പണ്ട് ഒരു കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹം താമസിച്ചിരുന്നു. അവൻ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം പിടിച്ചു തിന്നിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരു യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ വെച്ച് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി സിംഹത്തിന് ഭക്ഷണമാകണം. എന്നാൽ മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. ഈ തീരുമാനം സിംഹം സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസം ഓരോ മൃഗങ്ങൾ സ്വയമേ സിംഹത്തിന്റെ ഗുഹയിലെത്തി സിംഹത്തിന് ഭക്ഷണമാകും. അങ്ങനെ മിട്ടുമുയലിന്റെ ഊഴമെത്തി. മിട്ടുമുയൽ സങ്കടത്തോടെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. അപ്പോഴാണ് തന്റെ കൂട്ടുകാരനായ കുഞ്ഞനാനയുടെ വരവ്. മിട്ടുമുയൽ കുഞ്ഞനാനയെ സങ്കടത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞാ, ഞാൻ പോകുക. ഇനി നിന്റെ കൂടെ കളിക്കാനും പാടാനും ഞാൻ ഉണ്ടാകില്ല. എന്തു പറ്റി മിട്ടുമുയലേ? ഇന്ന് എന്റെ ഊഴമാണ്. ആ ദുഷ്ടനായ സിംഹത്തിന്റെ ഇന്നത്തെ ഭക്ഷണം ഞാനാണ്. കുഞ്ഞനാന സങ്കടത്തോടെ തന്റെ സുഹൃത്തിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, മിട്ടു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നമുക്ക് ആ ദുഷ്ടനായ സിംഹത്തിന്റെ കഥ കഴിക്കണം. അതെങ്ങനെ സാധിക്കും കുഞ്ഞാ? അവൻ കാട്ടിലെ രാജാവല്ലേ. അവനെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കു സാധിക്കും? ഞാനൊരു ഉപായം നിനക്ക് പറഞ്ഞു തരാം. നീ അതുപോലെ ചെയ്താൽ മതി. മിട്ടു സമ്മതിച്ചു. നീ ആ സിംഹച്ചാരെ എങ്ങനെയെങ്കിലും കുന്നിൻ ചെരുവിലെ ആ ആരുമില്ലാത്ത ഗുഹയിലെത്തിക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. മിട്ടു സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. മിട്ടുമുയൽ മനസ്സിൽ പറഞ്ഞു, ഞാനിപ്പോൾ എന്തു പറഞ്ഞ സിംഹത്തിനെ കുന്നിൻ ചെരുവിലെ ഗുഹയിലെത്തിക്കും? അപ്പോഴാണ് മിട്ടുവിന് സൂത്രം തോന്നിയത്. അവൻ പതിയെ നടന്ന് പതിവിലും കുറച്ച് താമസിച്ച് സിംഹത്തിന്റെ ഗുഹയിലെത്തി. ഭക്ഷണത്തിനുള്ള സമയം കഴിഞ്ഞിട്ടും തന്റെ ഭക്ഷണം ഇങ്ങ് എത്താത്തതിനാൽ കുറച്ച് ദേഷ്യത്തിലായിരുന്നു സിംഹം. മിട്ടു സിംഹത്തിന്റെ അടുക്കലെത്തി. നീ എന്താ ഇത്രയും താമസിച്ചത്? നിനക്കറിയില്ലേ എന്റെ ഭക്ഷണത്തിനുള്ള സമയം കഴിഞ്ഞുവെന്ന്? എന്റെ സിംഹരാജാവേ, ഞാനിവിടെ കൃത്യസമയത്തെത്താൻ നേരത്തെ ഇറങ്ങിയതാണ്. എന്നാൽ വഴിക്ക് വെച്ച് ആ കുന്നിൻ ചെരുവിലെ ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ ഒരു സിംഹം എന്റെ നേരെ വന്നു. അവന് എന്നെ തിന്നണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്. ആ ഗുഹയ്ക്കുള്ളിലാണ് അവൻ താമസിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കേട്ടതും സിംഹത്തിന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, മിട്ടു, വാ, ഇന്ന് അവന്റെ കഥ കഴിച്ചിട്ട് അടുത്ത കാര്യമുള്ളൂ. സിംഹച്ചാരും മിട്ടുവും കുന്നിൻ ചെരുവിലെ ഗുഹയിലേക്ക് നടന്നു. ഗുഹയ്ക്ക് പുറത്ത് കുഞ്ഞനാന അവരെയും കാത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. മിട്ടുവും സിംഹച്ചാരും ഗുഹയ്ക്ക് മുമ്പിലെത്തി. രാജാവേ, അങ്ങയുടെ ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമിട്ട് അവനെ പേടിപ്പിക്കണം. ഇത് കേട്ട സിംഹം ഗുഹയിലേക്ക് നോക്കി ഉച്ചത്തിൽ അലറി. ഗുഹയ്ക്കുള്ളിൽ നിന്ന് വന്ന പ്രതിധ്വനി കേട്ട് സിംഹം ഒന്ന് ഞെട്ടി. എന്നാൽ തന്റെ ശബ്ദം തന്നെയാണ് ആ കേട്ടതെന്ന് ആ മടയൻ സിംഹത്തിന് മനസ്സിലായില്ല. അവൻ ഒട്ടും താമസിക്കാതെ ദേഷ്യത്തോടെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടി. തക്കം പാർത്തിരുന്ന കുഞ്ഞനാന തന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഗുഹയ്ക്ക് മുമ്പിൽ കരുതി വെച്ചിരുന്ന കല്ല് ഉരുട്ടി ഗുഹയുടെ വാതിലടച്ചു. അങ്ങനെ ദുഷ്ടനായ സിംഹത്തിന്റെ കഥ കഴിഞ്ഞു.